അൽ അദ്ഇയത്തു വൽ അദ്കാർ, ദിക്റുകളും ദുആകളും. ഓഡിയോ നമ്പർ 12. വിവിധ സന്ദർഭങ്ങളിലെ ദിക്ർ ദുആകൾ. നവവി റഹ്മത്തുള്ളാഹി അവരുടെ അൽ അദ്കാറിൽ നിന്ന്. 49. ഒരു പുതിയ വാഹനം വാങ്ങിയാലുള്ള പ്രാർത്ഥന. അതേപോലെ നവവധുവിൻ്റെ മൂർധാവിൽ കൈവച്ച് വരൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. പുതിയ വേലക്കാരനെ നിയോഗിച്ചാലുള്ള പ്രാർത്ഥന. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ജബൽതഹ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ജബൽതഹ അലൈഹി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിശ്ചയം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഖൈറഹ, ഇവളിലെ അല്ലെങ്കിൽ ഇതിലെ നന്മ, വ ഖൈറ മാ ജബൽതഹ അലൈഹി, ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള നന്മയും. അതായത് സ്ത്രീയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ അവരിൽ ഉള്ള നല്ല സ്വഭാവ വിശേഷങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വ അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയും ചെയ്യുന്നു, മിൻ ശർരിഹ, ഇവളുടെ അല്ലെങ്കിൽ ഇതിലെ തിന്മയിൽ നിന്ന്, വ ശർരി മാ ജബൽതഹ അലൈഹി, ഇവളിൽ അല്ലെങ്കിൽ ഇതിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള തിന്മയിൽ നിന്നും. ഇനി ദമ്പതികളാകുമ്പോൾ നവദമ്പതികൾ താഴെ ഈ ബാറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ ഫി സ്വാഹിബി എന്നും കൂടി രണ്ടാളും പ്രാർത്ഥിക്കുന്നത് മുസ്തഹബാണെന്നൊക്കെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്കാറിൽ പറയുന്നതായിട്ട് കാണാം. പിന്നെ അതുകൂടാതെ വരൻ ഇമാമായിട്ട് രണ്ടാം ജമാഅത്തായിട്ട് 2 റക്അത്ത് സുന്നത്ത് ആദ്യ രാത്രി നിസ്കരിക്കൽ പിന്നെ നല്ലതാണ് എന്നൊക്കെ സഹാബികളുടെയൊക്കെ ചില ആസറുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. റസൂലുള്ളാഹി നേരിട്ട് പറഞ്ഞിട്ടുള്ള ഹദീസ് അല്ലെങ്കിലും. 50. രാത്രി ഉറക്കിൽ നിന്നുണർന്നാൽ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി ചൊല്ലൽ സുന്നത്തുള്ള ആയത്തുകൾ. സൂറത്ത് ആൽ ഇമ്രാനിലെ 190 മുതൽ അവസാനം വരെ, അതായത് 200-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകൾ. ഇത് രാത്രി ഉറക്കിൽ നിന്ന് ഉണരുക എന്ന് പറയുമ്പോൾ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സമയം തഹജ്ജുദിന് വിനിയോഗിച്ചിരുന്നു. സുബ്ഹിക്ക് കുറേ മുമ്പ് എണീറ്റിരുന്നു. അങ്ങനെ ധാരാളമായിട്ട് നിസ്കരിച്ചിരുന്നു. രാത്രിയാണ് എണീക്കുക. ഇനിയിപ്പോൾ ഒരാൾ ഫജ്റായ ശേഷം ഉണരുകയാണെങ്കിൽ പോലും ഉറക്കം ഉണർന്നാൽ ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിലും ഈ ദിക്ർ പറയപ്പെട്ടിട്ടുണ്ട്, ഈ ആയത്തുകൾ. അപ്പോൾ പുറത്തിറങ്ങി ചൊല്ലി എന്നും ഇരുന്ന് ആകാശത്തേക്ക് നോക്കി ചൊല്ലി എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാം. ഈ ആയത്തുകളാണ്. ഇതിൽ ആദ്യം പറയുന്ന 2 ആയത്തുകൾ മാത്രം ചൊല്ലിയാലും സുന്നത്ത് ലഭിക്കും. അങ്ങനെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് ആയത്തുകൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا منادي ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد فاستجاب لهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض
فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون ഇന്ന ഫീ ഖൽഖി സമാവാതി നിശ്ചയം ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലുണ്ട് വൽ അർദി ഭൂമിയുടെയും സൃഷ്ടിപ്പിലുണ്ട് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസപ്പെടുന്നതിലുമുണ്ട് ല ആയാത്തിൻ നിശ്ചയം ദൃഷ്ടാന്തങ്ങളുണ്ട് ലി ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവർക്ക് സൽബുദ്ധിയുള്ളവർക്ക് അല്ലദീന എങ്ങനെയുള്ളവർ യദ്കുറൂനല്ലാഹ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണ് ഖിയാമൻ നിന്നുകൊണ്ടും ഖുഊദൻ ഇരുന്നു കൊണ്ടും വഅലാ ജുനൂബിഹിം അവരുടെ പാർശ്വങ്ങളിൽ അതായത് കിടന്നുകൊണ്ടും വയതഫക്കുറൂന അവർ ചിന്തിക്കുന്നവരാണ് ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ റബ്ബന എന്നിട്ട് അവർ പ്രാർത്ഥിക്കും റബ്ബന ഞങ്ങളുടെ റബ്ബേ മാ ഖലഖത ഹാദാ ബാതില നീ ഇതൊക്കെ വെറുതെ പടച്ചതല്ല സുബ്ഹാനക നീ പരിശുദ്ധനാണ് ഫഖിന അദാബന്നാർ അതിനാൽ ഞങ്ങളെ നരകശിക്ഷയെ തൊട്ട് കാക്കേണമേ റബ്ബന ഞങ്ങളുടെ റബ്ബേ ഇന്നക നിശ്ചയം നീ മൻ തുദ്ഖിലിന്നാറ നീ ആരൊരുത്തനെ നരകത്തിൽ പ്രവേശിപ്പിച്ചുവോ ഫഖദ് അഖ്സൈത അവനെ നിന്ദനാക്കി കഴിഞ്ഞു വമാലിൽ ളാലിമീന മിൻ അൻസാർ അക്രമികൾക്ക് ഒരു സഹായികളായി ആരുമില്ല റബ്ബന ഞങ്ങളുടെ റബ്ബേ ഇന്നനാ സമയനാ നിശ്ചയം ഞങ്ങൾ കേട്ടു മുനാദിയൻ ഒരു വിളിക്കുന്നവനെ ഒരു പ്രബോധകനെ യുനാദി അദ്ദേഹം വിളിക്കുന്നുലിൽ ഈമാനിലേക്ക് അൻ ആമിനു ബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുമെന്ന് ഫആമന്ന അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു റബ്ബന ഞങ്ങളുടെ റബ്ബെ ഫഗ്ഫിർ ലനാ അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ ദുനൂബന ഞങ്ങളുടെ പാപങ്ങളെ ദോഷങ്ങളെ ഫകഫിർ അന്ന ഞങ്ങൾക്ക് നീ ഇല്ലാതാക്കണേ ഞങ്ങളുടെ തെറ്റുകൾ നീ സയ്യാത്തിന ഞങ്ങൾ തിന്മകൾ നീ മായ്ച്ചു കളയണേ ഇല്ലാതാക്കണേ പുറത്തു തരണേ തവഫന മാൽ അബ്റാർ ഗുണവാന്മാരോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കണമേ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ അബ്റാറിൻ്റെ കൂട്ടത്തിൽ റബ്ബന ഞങ്ങളുടെ റബ്ബെ ആത്തിന ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ വാത്തന നീ ഞങ്ങൾക്ക് കരാർ ചെയ്തത് വാഗ്ദാനം ചെയ്തത് അലാ റുസുലിക്ക നിന്റെ ദൂതന്മാർ മുഖേന വലാത്തു ഹുസിന ഞങ്ങൾക്ക് നീ നിന്ദത വരുത്തരുതേ യൗമൽ ഖിയാമത്ത് നാളിൽ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് നീ വാഗ്ദാനം ലംഘിക്കുന്നവരല്ല ഫസ്തജാബലഹും അപ്പോൾ അവർക്ക് ഉത്തരം നൽകി. അത് ഇത്രയും പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണ്. റബ്ബുഹും അവരുടെ റബ്ബ് അന്നി സ്റ്റേം ഞാൻ ലാ ഉദിയോൾ പാഴാക്കുകയില്ല ആമല ആമിലിൻ മിൻകും നിങ്ങളിൽ നിന്ന് കർമ്മം ചെയ്യുന്ന ഒരാളുടെയും കർമ്മത്തെ മിൻ ദക്കരിൻ ഔ ഉൻസ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ബഅ്ദുക്കും മിൻ ബഅദ് നിങ്ങളിൽ നിന്ന് ചിലരിൽ നിന്നുള്ളവരാണ്. ഫല്ലദീന ഹാജറു അപ്പോൾ ഹിജ്റ പോയവർ
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചവർ, വെടിഞ്ഞവർ, ഉഖ്റിജൂ മിൻ ദിയാരിഹിം അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ഊദൂ ഫീ സബീലി എൻ്റെ മാർഗത്തിൽ കഷ്ടത അനുഭവിച്ചവർ, പ്രയാസം അനുഭവിച്ചവർ, വഖാതലു വഖുതിലു യുദ്ധം ചെയ്യുകയും ദീനിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തവർ, ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം അവരുടെ തിന്മകളെ ഞാൻ പുറത്തു കൊടുക്കും, വല ഉദ്ഖിലന്നഹും അവരെ ഞാൻ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും, ജന്നാത്തിൻ സ്വർഗങ്ങളിൽ ആരാമങ്ങളിൽ തജ്രി ഒഴുകുന്നു മിൻ തഹ്തിഹ അവയുടെ താഴ്വാരത്തിലൂടെ അൽ അൻഹാർ നദികൾ, സവാബം മിൻ ഇൻദില്ലാ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമായിട്ട്, അള്ളാഹു ഇൻദഹു അവൻ്റെ അടുക്കലുണ്ട് ഹുസ്നു സവാബ് അവൻ്റെ അടുക്കലാണെന്ത് ഹുസ്നു സവാബ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. ലാ യഗുറന്നക താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ് നാടുകളിൽ സത്യനിഷേധികൾ സ്വൈരവിഹാരം നടത്തുന്നത്. ഇപ്പോൾ അവർക്ക് അഹന്തയൊക്കെ ഉണ്ടാവും, അവർക്ക് അധികാരമൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും കണ്ടിട്ട് വഞ്ചിതരാവേണ്ട, പരലോകത്ത് അവർക്ക് ചുക്കുണ്ടാവില്ല. മതാഉൻ ഖലീൽ തുച്ഛമായ സുഖാനുഭവമാകുന്നത് ഈ ദുനിയാവിലേത് സത്യനിഷേധികൾക്ക് കിട്ടുന്നത്. സുമ്മ മഅവാഹും ജഹന്നം പിന്നെ അവരുടെ സങ്കേതം നരകമാണ്. വബിഅ്സൽ മിഹാദ് എത്ര ചീത്തയായ വാസസ്ഥലം. ലാകിനില്ലദീന തഖൗ റബ്ബഹും പക്ഷേ അവരുടെ റബ്ബിനെ സൂക്ഷിച്ച തഖ്വ ഉള്ള മുത്തഖീങ്ങൾ ലഹും അവർക്കുണ്ട് ജന്നാത്തുൻ സ്വർഗങ്ങൾ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു അതിൻ്റെ താഴ്വാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്നു, നെഹറുകൾ ഒഴുകുന്നു, ഖാലിദീന ഫിഹ ആ നെഹറുകളിൽ ആ സ്വർഗങ്ങളിൽ അവർ ശാശ്വതവാസികളാണ്. നുസുലം മിൻ അൻദില്ല അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സൽക്കാരമായിട്ട്. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ അള്ളാഹുവിൻ്റെ പക്കലുള്ളത് പുണ്യവാന്മാർക്ക് നന്മയാണ്. അതാണ് പുണ്യവാന്മാർക്ക് ഉള്ള അള്ളാഹുവിൻ്റെ പക്കലുള്ളത് പുണ്യവാന്മാർക്ക് അതാണ് ഉത്തമം, ഏറ്റവും ഉത്തമം എന്ന്. ഇമ്മിൻ അഹ്ലിൽ കിതാബി ലമൻ യുഅ്മിനു ബില്ലാഹി വമാ ഉൻസില ഇലൈക്കും വമാ ഉൻസില ഇലൈഹിം ഇനി തീർച്ചയായും വേദക്കാരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. എല്ലാവരും വേദക്കാർ മോശക്കാരല്ല. അഹ്ലി കിതാബുകാർ യഹൂദി നസാറാക്കൾ അല്ലെങ്കിൽ മൂസ ഈസാ അലി ഇസ്ലാമിൻ്റെ ജനതയിൽപ്പെട്ടവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചവരുണ്ട്, അംഗീകരിച്ചവരുണ്ട്. അങ്ങനെ മുസ്ലിങ്ങളായവരുണ്ട്, ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. ലമൻ യുഅ്മിനു ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. വമാ ഉൻസില ഇലൈക്കും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അതായത് വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചവരുണ്ട്. വമാ ഉൻസില ഇലൈഹിം അവരിലേക്ക് ഇറക്കപ്പെട്ടതും വിശ്വസിച്ചവരുണ്ട്. ഖാശഈന ലില്ലാഹി അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവരായ നിലയിൽ. ലാ യസ്തറൂന ബി ആയാത്തില്ലാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ കൊണ്ട് അവർ വാങ്ങുകയില്ല. സമനം ഖലീല കുറഞ്ഞ വില. അപ്പോൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തുച്ഛമായ ഭൗതിക താല്പര്യത്തിന് വേണ്ടി അവർ സത്യത്തെ മറച്ചു വെക്കുകയില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ അഹ്ലി കിതാബിൻ്റെ കൂട്ടത്തിലുണ്ട്. ഉലായിക അക്കൂട്ടർ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ പക്കൽ അവർക്കുള്ള പ്രതിഫലമുണ്ട്. ഇന്നല്ലാഹു നിശ്ചയം അല്ലാഹു സരീഉൽ ഹിസാബ് അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ അലൈഹി സത്യവിശ്വാസികളെ ഇസ്ബിറൂ നിങ്ങൾ ക്ഷമിക്കൂ, വസ്വാബിറൂ നിങ്ങൾ ക്ഷമയിൽ മികവ് പുലർത്തൂ, വറാബിതൂ നിങ്ങൾ പ്രതിരോധ സന്നദ്ധരാകൂ, വത്തഖുല്ലാഹ് അല്ലാഹു നിങ്ങൾ സൂക്ഷിക്കൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയികളായേക്കാം.